ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നിങ്ങൾ മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം, പൊതുവിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു മാജിക് വെട്ടിയാണ് ഞങ്ങളുടേത്. ആ ഒരു കൃത്യമായിട്ടുള്ള ഡാറ്റയ്ക്കനുസരിച്ച് ആളുകൾ എവിടെയൊക്കെ പ്ലോട്ട് ചെയ്യണം എന്നുള്ളത് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെടുത്ത തീരുമാനമാണ്. കുറ്റിച്ചിറയിലെ ജനങ്ങൾ എങ്ങനെയാണോ അതേപോലത്തെ മനുഷ്യന്മാരാണ് പേരാമ്പ്രയുള്ളത്. അതെ, അവരോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഇടപഴകുമ്പോൾ മനസ്സിലാവും. അതെനിക്ക് 100% ആത്മവിശ്വാസമാണ്. ചരിത്രപരമായ തീരുമാനമാണ് ലീഗ് എടുത്തിരിക്കുന്നത്. 2 വനിതാ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഫാത്തിമ തെഹ്ലിയ. എങ്ങനെയായിരിക്കും പേരാമ്പ്ര പോരാട്ടം? പേരാമ്പ്ര എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വെൽക്കമിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം. ഞാനിപ്പോൾ കുറ്റിച്ചിറയിലെ ഒരു കൗൺസിലറാണ്. കുറ്റിച്ചിറയിലെ ജനങ്ങൾ എങ്ങനെയാണോ അതേപോലത്തെ മനുഷ്യന്മാരാണ് പേരാമ്പ്രയുള്ളത്. അതെ, അവരോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഇടപഴകുമ്പോൾ മനസ്സിലാവും. അതെനിക്ക് 100% ആത്മവിശ്വാസമാണ്. പാർട്ടി നൽകിയൊരു അംഗീകാരം കൂടിയാണ്. കാരണം കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ കൗൺസിലറെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട്. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് വീണ്ടും നിയമസഭയിലേക്ക് ഒരു അവസരം തന്നിരിക്കുന്നത്. അതും ജയന്തിരാജനുണ്ട്, ഒപ്പം തന്നെ മറ്റൊരു വനിതയ്ക്കും കൂടെ അവസരം കിട്ടിയിരിക്കുകയാണ്. ആ അംഗീകാരത്തെ എങ്ങനെ കാണുന്നത്? തീർച്ചയായിട്ടും പാർട്ടി നമ്മളെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എങ്കിൽ നമ്മളവിടെ ആപ്റ്റ് ആണെന്ന് പാർട്ടിക്ക് തോന്നുന്നത് കൊണ്ടല്ലേ, അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. പക്ഷേ കുറേ കാലമായിട്ട് LDF ജയിക്കുന്ന സ്ഥലമാണ്. LDF കൺവീനർ 4ാം വട്ടം അവിടെ കളത്തിലിറങ്ങുന്നു. അങ്ങനെയൊക്കെ പെട്ടെന്ന് തകർക്കാൻ പറ്റുമോ പേരാമ്പ്ര? അതെ, അദ്ദേഹം 4ാം വട്ടം കളത്തിൽ ഇറങ്ങുമ്പം അദ്ദേഹം ഇത്രയും കാലം ചെയ്തു വന്ന ഒരു കാര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത് വെച്ച് പരിശോധിക്കുമ്പം അത്ര ഒരു വലിയ ഡിഫിക്കൽട്ട് സോണല്ല UDFന് പേരാമ്പ്ര എന്നുള്ളത്. ഫാത്തിമയുടെ പേര് ലിസ്റ്റിലൊക്കെ തന്നെ പല സ്ഥലത്തും കേട്ടിരുന്നു, കുന്നമംഗലം, കോഴിക്കോട് സൗത്ത്, അങ്ങനെ. പക്ഷേ പേരാമ്പ്ര ഒരു സർപ്രൈസ് ആയിരുന്നു. ഫാത്തിമയ്ക്കും സർപ്രൈസ് ആയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നിങ്ങൾ മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം, പൊതുവിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു മാജിക് വെട്ടിയാണ് ഞങ്ങളുടേത്. ആ ഒരു കൃത്യമായിട്ടുള്ള ഡാറ്റയ്ക്കനുസരിച്ച് ആളുകൾ എവിടെയൊക്കെ പ്ലോട്ട് ചെയ്യണം എന്നുള്ളത് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെടുത്ത തീരുമാനമാണ്. അവരുടെ തീരുമാനങ്ങളൊന്നും ഒരിക്കലും തെറ്റിയിട്ടില്ല. സർപ്രൈസ് ആണെങ്കിൽ കൂടിയിട്ട് അതിനൊരു മധുരമുണ്ട്. ഉറപ്പായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നൂർബിന റഷീദ് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. 2ാമത്തെ വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു ലീഗിൻ്റെ ചരിത്രത്തിൽ. ഇപ്പോഴിതാ ഇത്തവണ 2 സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് ഇറക്കുകയാണ്. ലീഗ് സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന കൂടിക്കൂടി വരുവാണോ? തീർച്ചയായിട്ടും, എന്താ സംശയം? ഞങ്ങളെ പാർട്ടി എല്ലാ കാലത്തും സ്ത്രീകൾക്ക് പരിഗണന നൽകിയിട്ടുണ്ട്. അത് പറയുമ്പം പറ്റാത്ത ആളുകൾ അപ്പുറത്തുണ്ട്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ അങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചാൽ മതി എന്നുള്ള പ്രസ്താവന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ 2 പേരും തീർച്ചയായിട്ടും നിയമസഭയിലുണ്ടാകും. ചരിത്രമായിരിക്കും. 2 ലീഗിൻ്റെ വനിതാ എംഎൽഎമാർ നിയമസഭയിലുണ്ടാകും. തീർച്ചയായിട്ടും, ഉറപ്പാണ്. ഏതായാലും ഫാത്തിമ നല്ല കോൺഫിഡൻസിലാണ്. ലീഗ് ചരിത്രപരമായ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗം കൂടി ആയിരിക്കുകയാണ് ഫാത്തിമ തെഹ്ലിയ. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഓളപ്പണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.